നമ്മൾ ഈ ക്രിട്ടിക്കൽ ഇൽനെസ് ട്രീറ്റ് ചെയ്യുന്ന പല ഡോക്ടർമാരെയും ഓർത്തിരിക്കും, അവരെക്കുറിച്ചൊക്കെ പറയും. എന്നാൽ അതിനേക്കാൾ ഓർത്തിരിക്കേണ്ട ഡോക്ടർമാരാണ് സൈക്യാട്രിക് ഡോക്ടർമാർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ അളിയനായിരുന്നു, അപ്പച്ചിയുടെ മകനായിരുന്നു ഡോക്ടർ അമീൻ. INL-ൻ്റെയൊക്കെ സംസ്ഥാന നേതാവൊക്കെ ആയിരുന്ന അദ്ദേഹം മരണപ്പെട്ടു. അള്ളാഹു പടച്ചതമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഈ ചൂട് കാലവും പല പ്രസ്താവനകളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ അളിയനെ ഓർത്തുപോയി. അളിയൻ മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഏതാണ്ട് അദ്ദേഹം ജോലി നോക്കിയിരുന്ന പ്രദേശത്തിന് ഒരു 25 കിലോമീറ്റർ ചുറ്റളവിൽ ഒരുപാട് യോഗങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് ഫേസ്ബുക്കുകളിൽ നിരന്തരം പ്രശ്നം ഉണ്ടാവുകയും ഒരുപാട് വീഡിയോകൾ പ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്യുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അത്രമേൽ ആളുകൾ ശ്രദ്ധിച്ച് തോന്നിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. പല ആളുകളും വളരെ പെട്ടെന്ന് നടക്കാത്ത വിഷയങ്ങളിൽ സാമൂഹിക നേതാക്കളായി, സാമൂഹിക പ്രവർത്തകരായി, ജീവകാരുണ്യ പ്രവർത്തകരായി, പരിസ്ഥിതി പ്രവർത്തകരായി ഒക്കെ മാറുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. എനിക്ക് ഉറപ്പുണ്ട് ആ ഗുളിക മുറിഞ്ഞു പോയതാകാനാണ് സാധ്യത. സംഗതി ഇപ്പം ചൂട് കാലത്ത് ഇത് വ്യാപകമായുണ്ട്. നല്ല ചൂടും തണുപ്പും വരുമ്പോഴാണ് ഈ കിളി പറന്നു പോകുന്നതും നെട്ടൂരി പോകുന്നതും. നിങ്ങൾക്ക് പല രാഷ്ട്രീയ നേതാക്കളുടെയും പലരുടെയും പ്രവർത്തനവും പ്രസ്താവനയും ഒക്കെ കാണുമ്പോൾ ഇത് ഊരിപ്പോയതായി പലർക്കും തോന്നുന്നുണ്ടാവും. പക്ഷേ അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ പേരിൽ നമ്മളെല്ലാവരും അങ്ങ് ക്ഷമിക്കുകയാണ്. ചിലരുടെ വിദ്വേഷം പറച്ചിൽ കാണുമ്പോൾ, പോസ്റ്റ് ഇടൽ കാണുമ്പോൾ, മുദ്രാവാക്യം വിളി കേൾക്കുമ്പോഴെല്ലാം ചൂടുകാലത്തിൻ്റെ കിളികൾ പറക്കുന്നത് ആണെന്ന് നമുക്ക് തോന്നാറുണ്ട്. ഇതിപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മാധവറാവു സിന്ധ്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. മാധവറാവു സിന്ധ്യ എന്തൊരു ഭംഗിയൊക്കെ ആയിരുന്നു കാണാൻ, ഒക്കെ വളരെ ഭംഗിയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പടമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റിയും ആ ഒരുങ്ങി വരുന്നതൊക്കെ. പുള്ളി മരിക്കുമ്പോൾ വളരെ ചെറുതായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ. ആ ജ്യോതിരാദിത്യ സിന്ധ്യ പിന്നീട് കേന്ദ്രമന്ത്രിയായി, ഒടുവിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയാതെ മറ്റേ സംഘപരിവാർ പാളയത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞാണോ ഈ അസുഖം വരുന്നത്, അതോ ഈ അസുഖമുള്ളവരെല്ലാം കൂടെ ആണോ അവിടെ എത്തുന്നത് എന്നൊന്നും എനിക്കൊട്ടും മനസ്സിലായിട്ടില്ല. കാരണം അതിലുള്ള ഒരുപാട് പ്രഗത്ഭന്മാർ, ഈ ചാണകപ്രയോഗങ്ങളുടെ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ആളുകളും പിന്നെ അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള ഈ പശുവിൻ്റെ ശ്വാസത്തിലൂടെ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളെപ്പറ്റി ക്ലാസ് എടുക്കുന്നവരുമൊക്കെ ധാരാളം ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഈ ചെറുപ്പക്കാരൻ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എൻ്റെ സംശയം അതല്ല. പുള്ളി ഒരു ചൂടിന് പരിഹാരമായ ഒരു ഉള്ളി പറഞ്ഞു. ആ ഉള്ളി ഈ പുള്ളിക്ക് കൊടുത്താൽ ഈ പുള്ളിയുടെ അസുഖത്തിനൊരു പരിഹാരമാകുമോ എന്നതാണ് എൻ്റെ പോയിൻ്റ്. അതാരാന്നറിയാവോ? നമ്മുടെ അഖില ലോകമാരാ. ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രാജാക്കന്മാരും മാർത്താണ്ഡവർമ്മയുടെ കാലത്താണോ സ്വാതിരുന്നാളുടെ കാലത്താണോ എന്ന് എനിക്കറിയത്തില്ല, ഐൻസ്റ്റീനെ വരെ ബന്ധപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു. ചിന്തകൾ മുതൽ പുള്ളി ഒരു അഖില ലോക വിജ്ഞാനമാരാരാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് മുന്നേറുകയാണ്. ഇതൊക്കെ ചാനലുകളിലും ഇതിൻ്റെ മൈക്കുമായിട്ട് ചെല്ലുന്നവരുടെ മുമ്പിലൊക്കെ ഇരുന്ന് വീശി അടിക്കാം. എന്തൊരു വീശുന്നതെന്നറിയാവോ? അതായത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണോ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണോ ഐസ് മുട്ടായി തിന്നത് എന്ന് ചോദിച്ചാൽ വളരെ ശരിയാണ്. കാരണം അന്നൊക്കെ ഉണ്ടായിരുന്നു ഈ കോലൈസ്, കമ്പൈസ് പോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഐൻസ്റ്റീനുമായി ആ കാലഘട്ടത്തിൽ ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഈ സനാതന ഭൂതകാലത്തിൻ്റെ പവിത്രതയെ ഊതി ഫൂ നൂതി കയറ്റുന്നതിനിടയിൽ സംഭവിക്കുന്ന ഒരു സംഗതിയാണ് ഈ കേറ്റൽ. അതിൻ്റെ രസം എന്താണെന്നറിയോ? ഏതാണ്ട് 1813 എനിക്ക് തോന്നുന്നത് ഏപ്രിൽ 16 മറ്റോ ആണ് സ്വാതി തിരുനാൾ ജനിക്കുന്നത്. 1829 മുതൽ 1846 വരെയാണ് അദ്ദേഹം ഭരിച്ചത്. 1846 ഡിസംബർ 26 മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ യൗവനത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ 33-ാം വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ആ കാലഘട്ടത്തിലാണ് സ്വാതി തിരുനാൾ ജീവിച്ചത്. മാർത്താണ്ഡവർമ്മ മരണപ്പെടുന്നത് 52 വയസ്സിലാണ്. 1706 ജനിച്ച് 1758 മരണപ്പെടുകയും ചെയ്തു. അതാണ് മാർത്താണ്ഡവർമ്മയുടെ ചരിത്രം. ഐൻസ്റ്റീനോ 1879 ജനിച്ച് 1955 മരിച്ചു. 879 മുതൽ 1955 വരെ. ഐൻസ്റ്റീൻ മഹാത്മാഗാന്ധിയും ഒക്കെയായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലേക്ക് ബഹുമാനപ്പെട്ടവർ തള്ളി കയറ്റി കൊടുക്കുക. ആ കാലഘട്ടത്തിലൊക്കെ ഐൻസ്റ്റീനെ വിളിച്ചിരുന്നു. എന്നിട്ട് ഐൻസ്റ്റീൻ എന്ത് ചെയ്തു? ഐൻസ്റ്റീൻ അവിടെ നിന്ന് നേരെ
പിന്നെ കുണ്ടറ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, എന്നിട്ട് അതിലേ കൂടെ പുത്തൂര് വഴി ഇങ്ങനെ വന്ന് ഭരണിക്കാവ് വഴി വന്ന് നേരെ അങ്ങ് കരുനാപ്പള്ളി വന്ന് കയറി, എവിടെ വന്ന് നമ്മുടെ അറബിക്കടലിൽ വന്ന് ചാടി നീന്തി, കടലിൽ കൂടെ നീന്തി അങ്ങ് വിഴിഞ്ഞത്ത് കയറി. ഇതിന് പരിഹാരമാകുമോ എൻ്റെ ജ്യോതിരാദിത്യ സിന്ധ്യ സാറേ? എത്രയോ വലിയ IIT-കളിലൊക്കെ പഠിപ്പിച്ചതാ ഈ പയ്യനെ. ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാവുമെന്നൊക്കെ അന്നോരോരുത്തർ വിശ്വസിച്ചിരുന്നതാണ്. പുള്ളിയാണ് പറഞ്ഞത്. പുള്ളി AC ഉപയോഗിക്കത്തില്ല, ചൂട് കാലത്ത് പുള്ളി ഉള്ളി പോക്കറ്റിലിടുമെന്ന്. ഉള്ളി ഇനി മേലാൽ സുരേന്ദ്രണ്ണനെ എങ്ങാണോ ആവശ്യമില്ലാതെ ഉള്ളി എന്ന് വിളിച്ചാൽ പുള്ളി ഉള്ളി കഴിച്ചതേ ഉള്ളൂ. ഇത് പുള്ളി ഉള്ളി പോക്കറ്റിലിടും. പുള്ളി വ്യോമയാന മന്ത്രിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ AC ഒന്നും ഫ്ലൈറ്റിനകത്ത് വേണമെന്നില്ല, ഒരു കഷ്ണം ഉള്ളി പോക്കറ്റിൽ ഇട്ടാൽ മതി. ഏത് പോക്കറ്റിലാണ് ഇടേണ്ടത് എന്നുള്ളത് പുള്ളി പറഞ്ഞിട്ടില്ല. എത്ര നേരം ഇടണം എന്നും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ ഊഷ്മാവിൻ്റെ വ്യതിയാനം അനുസരിച്ച് എത്ര വലിപ്പമുള്ള ഉള്ളി എടുത്തിടണം എന്നുള്ളതും പറഞ്ഞിട്ടില്ല. 28 ഡിഗ്രി 30 ഡിഗ്രി ചൂടാണെങ്കിൽ ഇത്ര ഉള്ളി, മറ്റേ ഉള്ളിയാണെങ്കിൽ ഇത്രേ ഉള്ളി, ഇത്രേ ഉള്ളിയാണെങ്കിൽ ഇത്രേ ഉള്ളി, ഇത്രേ ഉള്ളി. ഇനി ഈ ഉള്ളിയെല്ലാം കൂടെ അരച്ച് നമ്മുടെ മാരാരുടെ തലയെ പുരട്ടി കൊടുത്താൽ പുള്ളിയുടെ ചൂടിറങ്ങുമോ ജ്യോതിരാദിത്യ സിന്ധ്യ സാറേ? എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ്. പൊന്നു പടച്ചോനെ, ഇവരുടെ എല്ലാ ശാസ്ത്രവും ചരിത്രവും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും എല്ലാം കൂടെ കേട്ട് കുഴഞ്ഞ് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് തള്ളി കൊടുക്കുക, ഇത് വെച്ച് തള്ളി കൊടുക്കുക. ഇപ്പോൾ ഈ ഉണ്ടാക്ക് മുഴുവൻ നടക്കുന്നത് ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ്. അങ്ങോട്ട് കാച്ചി അങ്ങോട്ട് വിട്ടുകൊടുക്കുക, അതങ്ങോട്ട് ഓരോരുത്തരെ ഏറ്റെടുക്കുക. 100 കൊല്ലം മുമ്പ് മരിച്ചവരും കഴിഞ്ഞ ആഴ്ച മരിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ ഫോട്ടോ എടുത്ത് വെച്ചങ്ങ് ആദരാഞ്ജലികൾ ഇടുക, എന്നിട്ട് കഥയങ്ങ് എഴുതുക. ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ചായക്കടയിൽ ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കാനുണ്ടായിരുന്നെന്നും പറഞ്ഞു. 10-20 കൊല്ലം മുമ്പ് മരിച്ച ആളുകളുടെ കഥയാണ്. സംഗതി മൊത്തം കിളി പോയി നിൽക്കുക. പണ്ടൊക്കെ കിളി പോയാൽ ആരും അറിയത്തില്ലായിരുന്നു, വീട്ടുകാർക്കൊക്കെ അറിയാം. അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പൂച്ചമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇച്ചിരി കിളി പോയി നിൽക്കുക എന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിച്ച് തലയ്ക്ക് പിടിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്ത് ഇച്ചിരി നെല്ലിക്കാത്തളവൊക്കെ വെച്ച് തണുപ്പാകുമ്പോൾ ഇതങ്ങ് മാറുമായിരുന്നു. ഇപ്പോൾ ഇവരെല്ലാം കൂടെ ചാടി ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വരും. കഷ്ടമാണ്, കഷ്ടം.